സന്തോഷമുണ്ട്. ഇത്രയും സന്തോഷമായിട്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ഇടയ്ക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വരാൻ സാധിച്ചതിലും എല്ലാവരെയും കാണാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷം. ആദ്യമായിട്ട് പറയട്ടെ, ഞാൻ ഇന്ന് ഈ പ്രോഗ്രാമിന് വരുന്ന സമയത്ത് എൻ്റെ അച്ഛനും അമ്മയായിരുന്നു എന്നെ കഴിഞ്ഞും കൂടുതൽ എക്സൈറ്റഡ്. കാരണം ഈ പ്രോഗ്രാമിൻ്റെ പോസ്റ്റർ വന്ന സമയത്താണ് ശങ്കർ സാറിനെ കാണുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ടേ ഒരു വലിയ ക്ലാസ് അവർ കണ്ട മൂവീസിൻ്റെ തൊട്ടുള്ളത് ഇങ്ങ് പറയാൻ തുടങ്ങി. പോയിട്ട് പറയണം ഞങ്ങളെല്ലാവരും വീട്ടിൽ ഇത്രയും വലിയ ആരാധകരാണെന്നുള്ളത് പറയണമെന്ന്. അപ്പോൾ ഞാനിത് പറയാനായിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് ചെന്നു. ഞാൻ സാറിനോട്, സാറേ എൻ്റെ പേര് മീനാക്ഷി. അപ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനും എൻ്റെ വൈഫും എന്നും കാണും. എൻ്റെ കിളി പോയി. ഞാൻ തീരെ പ്രതീക്ഷയില്ല സാറിന് എന്നെ അറിയാമെന്നോ അല്ലെങ്കിൽ എന്നോട് ഇത്രയും സ്നേഹമുള്ള ഒരു അങ്കിളാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഞാൻ സാറിനെ കണ്ടതിലും എനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷം, പരിചയപ്പെടാൻ സാധിച്ചതിലുമൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പിന്നെ ഉള്ളത് ഒരു വലിയ സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഞാനാക്കിയതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ള, വലിയല്ല മൊത്തം പങ്ക് വഹിച്ചിട്ടുള്ള കുറച്ച് പേരുടെ കൂടെയാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത് എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ അനീഷങ്ങൾ ആണ് ഞാൻ ആദ്യമായിട്ട് എന്നെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നത്. അനീഷങ്ങളാണ്. ഞങ്ങൾ ചെയ്ത ആനമയിലൊട്ടകം എന്ന് പറഞ്ഞൊരു മൂവിയിലാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പം ഈ അടുത്തും നമ്മളൊരു മൂവി ചെയ്തു, പൂവ് എന്നായിരുന്നു മൂവീൻ്റെ പേര്. അത് ഒത്തിരി ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ ഒരുപാട് അവാർഡ്സും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുള്ളൊരു മൂവിയായിരുന്നു. അപ്പം പിന്നെ എനിക്ക് തോന്നുന്നു അതിനുശേഷം ഞാൻ അനീഷങ്ങളിനെ ഇപ്പോഴാണ് കാണുന്നത്. അപ്പം ഞങ്ങൾക്കും ഒത്തിരി സന്തോഷം പിന്നെ കണ്ടതിൽ. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഹരിനാരായൺ സാർ എന്നെ ഇപ്പോഴും കാണുമ്പോൾ ഏറ്റവും ചെറിയ കുഞ്ഞുമാമകൾ തുടങ്ങി വലിയ അമ്മമാർ വരെ എന്നെ കാണുമ്പോഴേ മിനിങ്ങും മിന്നാമിനിങ്ങേ എന്നാണ് വിളിക്കുന്നത്. അപ്പം ആ സ്നേഹം എനിക്ക് തന്നതിൻ്റെ പകുതിയും ആ വരികൾക്കുള്ളതാണ്. അപ്പം സാറിനെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ സാജൻ ചേട്ടൻ, ബാക്കി വേദിയിൽ നിൽക്കുന്ന എല്ലാവരും എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ആൾക്കാരാണ്. ഇവിടെ വന്നപ്പോൾ കുറേ കുഞ്ഞുമണികളെ കണ്ടു. എല്ലാവരും ഒരുങ്ങി സുന്ദരിമാരും സുന്ദരന്മാരും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട്. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. പ്രോഗ്രാംസ് എല്ലാം നന്നായി പോട്ടെ. ഇനിയും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇനിയും ഇതിൻ്റെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാം നന്നായിട്ട് നടക്കട്ടെ. ചേട്ടാ, മൂവിക്ക് എല്ലാവിധ ആശംസകളും. ചേട്ടനും നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരാളാണ്. അപ്പം സാജൻ ചേട്ടൻ ഒരു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഇതിലൊരു സന്തോഷമുള്ളതേ, നമ്മുടെ ഈ പ്രോഗ്രാം ഫസ്റ്റ് നിങ്ങൾ പലരും കണ്ടിട്ടുള്ള പരസ്യത്തിൽ മീനാക്ഷിയാണ് നമ്മുടെ മുമ്പിലേക്ക് ഈ പ്രോഗ്രാമിൽ വന്നത്. അന്ന് ചെയ്ത ഏടാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ വേദിയിൽ എത്തിയതും വളരെ സന്തോഷം. സീസൺ 2-ലും കൂടെ ഉണ്ടാവും എന്നാണ് ഫാദർ പറഞ്ഞത്. കോൺടെസ്റ്റ് നടന്ന സമയത്ത് ഞാൻ പുറത്തായിരുന്നു, നമുക്ക് വരാൻ സാധിച്ചില്ല. പിന്നെ സാധിച്ചു, അതുകൊണ്ടാണ് സന്തോഷം പറഞ്ഞത്. ഞാനിങ്ങനെ ഇവിടെ ഒരുപാട് കുട്ടികൾക്കൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, സാറിൻ്റെ അടുത്ത് എനിക്ക് അതൊന്ന് കാണാൻ സാധിക്കുമോ, അവർ ചെയ്ത ഒരു ഡാൻസ് പെർഫോമൻസ് കാണാൻ സാധിച്ചു. അങ്ങനെ എനിക്ക് വീഡിയോയിലൊക്കെ കാണിച്ചു തരും. സത്യം പറഞ്ഞാൽ ഞാൻ അസ്റ്റോണിഷ്ഡായി. ഒരുപാട് ചില കുട്ടികളൊക്കെ പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. തീർച്ചയായിട്ടും ആ കുട്ടികൾക്കൊക്കെ വലിയൊരു ഭാഗമില്ല. ഇനി എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എല്ലാവരും അവരുടെ പെർഫോമൻസ് ഒക്കെ നന്നായിരുന്നു. പക്ഷേ അത് കുറച്ച് പേർക്കല്ലേ ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇനി ട്രൈ ചെയ്യണം. തീർച്ചയായിട്ടും ഇതിപ്പോൾ തുടക്കമായിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ ഇനി ഇതിൻ്റെ സെക്കൻഡ് സീസൺ വരുന്നുണ്ട്. അത് ഓൾ ഓവർ വേൾഡായിട്ടാണ് വരുന്നത്. അതിൽ പ്രൈസ് മണിയും കൂടുതലാണ്. അപ്പോൾ ഇനി പ്രൈസ് കിട്ടാത്ത കുട്ടികൾക്കും പ്രൈസ് കിട്ടിയവർക്കും ഒക്കെ അവർക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, കോമ്പീറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങളുടെ സിൻസിയാരിറ്റിയും എഫേർട്സുമാണ് ഇതിലൊക്കെ നിങ്ങളെ വിജയിപ്പിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് പ്രൈസ് കിട്ടിയവരും അതിൽ കോമ്പീറ്റ് ചെയ്തവരും അല്ലെങ്കിൽ പെർഫോം ചെയ്തവരെയൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയ ഒരു ടീം തന്നെ, അവർക്ക് എൻ്റെ ആദ്യം അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ പേരൻസ്, എനിക്കറിയാം, ഇപ്പോൾ ഞാൻ എൻ്റെ വൈഫ് UK-യിലാണ്, ഡാൻസ് സ്കൂളുകൾ നടത്തുന്നു. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ പരിശ്രമം ഇതൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പേരൻസ് എന്ന് പറയുന്നത് ഈ കുട്ടികളെ അവരുടെ കോസ്റ്റ്യൂം തൊട്ട് മേക്കപ്പ് തൊട്ട് അവരുടെ പിന്നിൽ എല്ലാ കാര്യത്തിനുണ്ട്. അപ്പോൾ അവർക്കും ഒരു അഭിനന്ദനം. അത് കഴിഞ്ഞിട്ടാണ് കുട്ടികൾക്ക്. ഇപ്പോൾ സാജനെ ഞാനൊരു ഫിലിം ഡയറക്റ്റ് ചെയ്തത്, റീച്ച് എന്ന് പറഞ്ഞിട്ട് അത് റിലീസ് ആകുമ്പോൾ ആ ഫിലിമിൻ്റെ ഗ്രാഫിക്സ് ചെയ്യാനാണ് സാജൻ വന്നത്.
അപ്പോൾ സാജൻ എൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നത് സ്റ്റുഡിയോയെ കുറിച്ച് സംസാരിച്ചു. അതാണ് സ്മാർട്ട് കാർവിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അത് സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആവാമെന്ന് പറഞ്ഞു. അവിടുന്ന് അത് സ്റ്റാർട്ട് ചെയ്ത് പൂർത്തിയാക്കി അതിപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സാജനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ സിൻസിയാരിറ്റിയും എഫേർട്സുമാണ് ഇതിൻ്റെ ഒക്കെ പേര്. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം നടത്താനും ഒക്കെ അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ വന്നിരിക്കുന്ന കുട്ടികൾക്ക് ഇനി എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. അവർക്ക് ഇനി ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ബിക്കോസ് ഇത്തരം കോമ്പറ്റീഷനിൽ നമ്മൾ ജയിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുമാതിരി ടാലൻറ്റ് കോൺടെസ്റ്റിലൊക്കെ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ പറയാം, ഇപ്പോൾ സിനിമയിൽ വരണമെങ്കിൽ ഇപ്പോൾ മീനാക്ഷിയെ പോലെയൊക്കെ സിനിമയിലൊക്കെ വരണമെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഡാൻസ് സ്കൂളുകൾ തുടങ്ങാം. ജോലി ഉണ്ടെങ്കിൽ നമുക്കൊരു ഡാൻസ് സ്കൂൾ തുടങ്ങാം. ഇത്തരം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഇതിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഗോഡ് ബ്ലെസ്. താങ്ക് യു. അതേപോലെ തന്നെ ഇപ്പോൾ ഞാനത് വിട്ടുപോയി. ഇതിൻ്റെ ഇടയിൽ ഒരു പുതിയ ഫിലിം തുടങ്ങുന്നുണ്ട്. ഇന്നാണ് ഞാൻ അതിൻ്റെ കഥ കേട്ടത്. വളരെ നന്നായിരിക്കും. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഫിലിമാണ്. കുട്ടികളുടെ ഫിലിമാണെങ്കിൽ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കഥയാണ്. അത് എടുത്ത് ധരിപ്പിച്ച് കൊണ്ടുവന്നാൽ അത് വേറെ ഒരു തലത്തിലേക്ക് പോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുപോലെ സംഭവിക്കട്ടെ.